തൃശൂർ മണലൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് ബി.ജെ.പി. പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. കണ്ടച്ചാങ്കടവ് ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച ജയപ്രകാശനാണ് മർദ്ദനമേറ്റത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെ തടഞ്ഞു എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനോട്. ലെവിൻ, ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ലെവിൻ കെ വിജയൻ നൽകും തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ. ലെവിൻ, രാവിലെ ഈ ടി.എൻ. പ്രതാപനെ തടഞ്ഞു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളും പരാതിയുമൊക്കെ അവിടെ സംഘർഷ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ സംഭവം? എന്താണ് നിലവിലൊരു അവസ്ഥ അവിടെ? അരുണ്യ, അതേ സംഭവത്തിന്റെ മറുവർഷമാണ് NDA പ്രവർത്തകർ ഈ നിലയിൽ പറയുന്നത്. അതായത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് ബി.ജെ.പി. പ്രവർത്തകനായിട്ടുള്ള ജയപ്രകാശിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിച്ചിട്ടുള്ളത്. ജയപ്രകാശിനെ നേരത്തെ ടി.എൻ. പ്രതാപനെ തടഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക്, അന്തിക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്, ടി.എൻ. പ്രതാപൻ ബൂത്ത് സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി ബൂത്തിലെത്തുമ്പോൾ ഒന്നിലധികം ആളുകളുമായി ബൂത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ബി.ജെ.പി. പ്രവർത്തകനായിട്ടുള്ള ബൂത്ത് ഏജന്റായിട്ടുള്ള ജയപ്രകാശ് ഇത് തടയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേ തുടർന്നുണ്ടായ വാക്കേറ്റത്തിനും വൈരാഗ്യത്തിനും കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ചേർന്ന് ബൂത്തിലിരുന്ന ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ജയപ്രകാശിനെ ബൂത്തിന് പുറത്തേക്ക് എത്തിക്കുകയും ഈ സ്കൂളിന്റെ, കോൺവെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് മർദ്ദനം നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും ടി.എൻ. പ്രതാപനും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ പ്രതിഷേധത്തെ തുടർന്ന് ജയപ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം ഇയാളെ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടയിൽ ബി.ജെ.പി. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള KK അനീഷ് കുമാർ അവിടെ എത്തി പ്രവർത്തകരുമായി ചേർന്ന് പ്രതിഷേധമുണ്ടാവുകയും ആ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് പിന്നീട് ഈ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ബൂത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് പ്രവർത്തകരെ അവിടെ നിന്നും ഒഴിപ്പിച്ചു. ഇതിനുശേഷം സ്റ്റേഷനിലെത്തിച്ച ജയപ്രകാശ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ ജയപ്രകാശിനെ നിലവിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ ടി.എൻ. പ്രതാപനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അല്ലെങ്കിൽ ബൂത്തിനുള്ളിലേക്ക് കയറുന്നത് തടഞ്ഞുവെന്നും ആരോപിച്ചാണ് ഇത്തരത്തിൽ ജയപ്രകാശിനെതിരെ പരാതി ഉന്നയിച്ചത്. പരാതി ഉന്നയിച്ച് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ജയപ്രകാശിനെയുമായുള്ള വാഹനം തടഞ്ഞ് ബി.ജെ.പി. പ്രവർത്തകർ. അതാണ് മണലൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. നമുക്കിനി വടക്കാഞ്ചേരിയിലെ വിവരങ്ങൾ കൂടി ലെവിൻ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഗേൾസ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശി സജീവിന്റെ വോട്ട് പോസ്റ്റൽ വോട്ട് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. വോട്ട് ചെയ്യാനാകാതെ സജീവ് മടങ്ങുകയും ചെയ്തു. പരാതി നൽകുമെന്ന് വോട്ടർ പറഞ്ഞു. കള്ളവോട്ടല്ലല്ലോ നടന്നേക്കണേ. ഇവിടെ നമ്മളല്ല, മിസ്റ്റേക്കാണ്. അത് നമ്മളിവിടെ ഉണ്ടായത് മിസ്റ്റേക്ക് അല്ല. നിങ്ങൾ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കി നിങ്ങൾ എന്റെ ഹയർ ഓഫീഷ്യലിന് എനിക്ക് ഓർഡർ കിട്ടിയ പ്രകാരം ഇങ്ങനെ. ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. ലെവിൻ, എന്തായാലും പരാതിയുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണല്ലോ ഈ സജീവന്റെ ഒരു തീരുമാനം? അരുണ്യ, ഇന്ന് രാവിലെയാണ് വടക്കാഞ്ചേരിയിൽ ബൂത്തിൽ ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ സജീവൻ തന്റെ വോട്ട് പോസ്റ്റൽ ബാലറ്റായി മറ്റൊരാൾ ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥരെ കാര്യം അറിയിക്കുകയും ചെയ്തെങ്കിലും ഇത്തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലുള്ളൊരു മറുപടിയാണ് സജീവൻ ലഭിച്ചത്. ഇതേ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തകർ ഇവിടെ സംഘടിച്ചെത്തുകയും NDA സ്ഥാനാർത്ഥിയായ ഉല്ലാസ് ബാബു വിന്റെ നേതൃത്വത്തിൽ പോളിംഗ് ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നീട് സ്ഥാനാർത്ഥി കൂടിയായ ഉല്ലാസ് ബാബു ജില്ലാ കളക്ടറെ ബന്ധപ്പെടുകയും സജീവന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തതായി ഉള്ള കാര്യം അറിയിക്കുകയും വ്യാജ വോട്ടാണ് നടന്നത് എന്നുള്ള ആരോപണം അടക്കം ഉന്നയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന ഉല്ലാസ് ബാബുവിനെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചു. ഇതേ തുടർന്ന് നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് സംഘർഷം വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് മാറിയതോടുകൂടി കൂടുതൽ പോലീസ് സേന എത്തുകയും അവിടെ നിയന്ത്രിക്കുകയും പിന്നീട് റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തുകയും
പരാതിയിൽ പരിഹാരമുണ്ടാക്കാമെന്നും ജില്ലാ കളക്ടറായിട്ടുള്ള വരണാധികാരി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയതായും സ്ഥാനാർത്ഥിയെയും സംഘത്തെയും അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റൽ ബാലറ്റ് വോട്ട്, നേരത്തെ പോൾ ചെയ്യപ്പെട്ട വോട്ട് ക്യാൻസൽ ചെയ്തതിനു ശേഷം ഈ പരാതിക്കാരനായിട്ടുള്ള സജീവന് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുകയും സജീവൻ അവിടെ വോട്ട് ചെയ്യുകയും പിന്നീട് തിരികെ മടങ്ങുകയുമായിരുന്നു. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് NDA സംഘത്തിന് റിട്ടേണിംഗ് ഓഫീസർ ഉറപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമുള്ള കാര്യം ഉറപ്പ് നൽകി. ഇതേ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. NDA BJP പ്രവർത്തകർ ആരോപിക്കുന്നത് CPM അനുഭാവിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ സജീവന്റെ പേരിൽ വ്യാജമായി വോട്ട് ചെയ്തത് എന്നുള്ളതാണ് ആരോപണം. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇതേ തുടർന്ന് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സജീവൻ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി തുടരന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സജീവന്റെ തീരുമാനം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.